ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇനിയിപ്പോൾ ചെയ്യാനിരിക്കുന്നത് കുട്ടികൾക്കും വലിയവർക്കും കഴിക്കാം കേട്ടോ. എന്നാലും കുട്ടികൾക്കത് കൂടുതൽ ഇഷ്ടപ്പെടും. സ്കൂളൊക്കെ വിട്ട് കുട്ടികൾ വരുമ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. മുട്ട പുഴുങ്ങി അതിൽ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് വെച്ചിട്ടുള്ള ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ ഒരു സ്നാക്ക്. അപ്പം അതിനാവശ്യമായ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരു 5 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. കുറച്ച് ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക്, പിന്നെ 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. 6 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. മല്ലിയില, കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന മസാലപ്പൊടി, ഉപ്പ്, മുളക്, ചില്ലി ഫ്ലേക്ക്. ഇപ്പോൾ ഇത് മുളക് അധികം ഞാൻ ഇടുന്നില്ല, ഇവിടെ കുട്ടികൾക്ക് കഴിക്കാൻ ഉള്ളത് കൊണ്ട് മുളക് ഇടില്ല. നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ അത് ഇടാം കേട്ടോ. അപ്പം ഇനി ഇത് ഈ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് പൊടിച്ചെടുക്കട്ടെ കേട്ടോ. ഉരുളക്കിഴങ്ങെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. മുട്ടയിൽ ഇത് സ്റ്റിക്കെല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. ആ മുട്ട വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഉള്ളത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം എല്ലാ ഭാഗത്തും. എല്ലാം കൂടി ഇതാക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മല്ലിയിലയും, ഈ ഉരുളക്കിഴങ്ങിലേക്ക് മല്ലിയിലയും കുറച്ച് ബ്രെഡ് പൊടിച്ചതും കുരുമുളക് പൊടി, ഉപ്പ്, മസാല കൂടിയിട്ടൊന്ന് കുഴച്ചെടുക്കാം. മുട്ട 2 മുട്ട ഉപ്പ് ഇട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് പൊടിച്ച് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കൈ കൊണ്ട് ഒരു ചെറിയ ഉരുളകളായിട്ട് എടുത്ത് കയ്യിൽ വെച്ച് തന്നെ എണ്ണ തൊട്ട് പരത്തി ഈ മുട്ടയുടെ മുകളിൽ കവർ ചെയ്യണം. ഞാൻ തനിയെ വീഡിയോ പിടിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ഇതുമ്മ പുരട്ടി ഞാൻ കവർ ചെയ്ത് വെച്ചിട്ട് കാണിച്ചു തരാം. എല്ലാതും ഉരുട്ടി ഇതേമാതിരി ബ്രെഡിൻ്റെ പൊടിയിലിട്ട് മുക്കി, മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡിൻ്റെ പൊടിയിൽ മുക്കി തട്ടി ഇത് ഷേപ്പാക്കി വെച്ചിരിക്കുന്നു. ഇതിനി നമുക്ക് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. വാ, ഓരോന്നിട്ടാണ് ഞങ്ങൾ പൊരിച്ചെടുക്കണം. അതാകുമ്പോൾ വെളിച്ചെണ്ണ അധികം വേണ്ട, കാരണം മുട്ട വെന്തതാണ്, ഉരുളക്കിഴങ്ങ് വെന്തതാണ്. അപ്പോൾ അധികം ഇത് മൊരിക്കേണ്ട ആവശ്യമില്ല. ഒരു ചുമന്ന നിറം വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. തിരിച്ചു മറിച്ചിട്ട് ഒന്ന് കളർ മാറുമ്പോൾ കോരിയെടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണ ആയാലും ഓയിലായാലും കുറച്ച് ഒഴിച്ചാൽ മതി. അതിലിട്ട് തിരിച്ചു മറിച്ചും എടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ട കൊണ്ടുള്ള ഈ സ്നാക്സ് തയ്യാറായി കഴിഞ്ഞു. നല്ല സ്വാദാണ് കഴിക്കാൻ. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ അവർക്ക് കഴിക്കാനായിട്ട് വളരെയേറെ ഇഷ്ടപ്പെടുന്ന വിഭവമാണിത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഒന്ന് അമർത്തുക. താങ്ക് യു.